students, welcome back to our science class. Today we will study the chapter 4 of class 7 science. Okay, that is heat. Chapter 4 is heat. Let us learn about heat. The day-to-day life we come across a number of objects. നമുക്കറിയാം നമ്മൾ ഒരു ദിവസം ഒരുപാട് സാധനങ്ങൾ അല്ലേ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഹോട്ട് ആയാലും കോൾഡ് ആയാലും നമ്മളിടുന്ന ഡ്രസ്സ് ആയാലും അല്ലേ ഏതായാലും ഓരോ സീസണിനനുസരിച്ച് സമ്മർ സീസണിൽ നമ്മൾ കോട്ടൺ ഡ്രസ്സ് ഇടും, അതുപോലെ വിൻ്ററിൽ നമ്മൾ സ്വെറ്റർ ഇടും എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അല്ലേ. ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹോട്ട് ടീ കുടിക്കും, അതുപോലെ തന്നെ കോൾഡ് ഐസ്ക്രീംസ് ഒക്കെ കഴിക്കാറുണ്ട്. Okay, let us learn more about heat. In our day-to-day life, we come across a number of objects. Some of them are hot and some of them are cold. Okay. Tea is hot and ice is cold. Next, there is an activity for you. Can you see this? Activity 4.1. Okay, take 3 small tubs or containers. Label them as A, B, C. And put cold water in mug A and hot water in mug B and mix some cold and hot water in mug C. അതായത് 3 കണ്ടെയ്നേഴ്സ് എടുക്കുക. അതിനകത്ത് ഒരെണ്ണത്തിൽ എ എന്ന് മാർക്ക് ചെയ്യുക, ഒരെണ്ണത്തിൽ ബി എന്ന് മാർക്ക് ചെയ്യുക, ഒരെണ്ണത്തിൽ സി എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എ എന്ന് മാർക്ക് ചെയ്ത കണ്ടെയ്നറിൽ ഹോട്ട് വാട്ടർ ഒഴിക്കുക, ബി എന്ന് മാർക്ക് ചെയ്തതിൽ കോൾഡ് വാട്ടർ ഒഴിക്കുക. അതുപോലെ സിക്കകത്ത് ഹോട്ടും കോൾഡും കൂടെ രണ്ടും മിക്സ് ചെയ്ത വാട്ടർ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ വലത്ത് കൈ കണ്ടെയ്നർ എയിലും ഇടത്ത് കൈ കണ്ടെയ്നർ ബിയിലും അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ഇതിൽ മുക്കി പിടിക്കുക. അതിനുശേഷം കണ്ടെയ്നർ സിയിൽ കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറൂടെ മിക്സ് ചെയ്ത ആ കണ്ടെയ്നറിൽ നമ്മുടെ കൈ കുറച്ച് നേരം മുക്കി പിടിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഡു ദ ബോത്ത് ഹാൻഡ്സ് ഗെറ്റ് ദ സെയിം ഫീലിങ്സ്. അതായത് നമ്മൾ ഈ നമ്മുടെ 2 കൈയിലും എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ, ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. അതുപോലെ ഇത് ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഡു നോട്ട് ടച്ച് ഓബ്ജക്ട്സ് വിച്ച് ആർ ടു ഹോട്ട്. അതായത് നല്ല ഹോട്ടായിട്ടുള്ള വെള്ളവും ഒഴിക്കരുത്, അതുപോലെ നല്ല കോൾഡായിട്ടുള്ള വെള്ളവും ഒഴിക്കരുത്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടെമ്പറേച്ചർ അല്ലേ. നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും കേൾക്കാറുള്ള അല്ലേ കേൾക്കുന്ന ഒരു വാക്കാണ് ടെമ്പറേച്ചർ. വാട്ട് ഈസ് ടെമ്പറേച്ചർ? Temperature is a reliable measure of the hotness of an object. അതായത് ഒരു ഒബ്ജക്റ്റ് അല്ലേ, ആ ഒബ്ജക്റ്റിന് എത്രത്തോളം ചൂട്, ഒരു വസ്തുവിൻ്റെ ചൂട് എത്ര എന്ന് അളക്കാൻ ഉള്ള അളവാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ടെമ്പറേച്ചർ? The reliable measure of an object is called the reliable measure of the hotness of an object is called temperature. ഒരു വസ്തുവിൻ്റെ ചൂട് എത്ര എന്ന് അളക്കാനുള്ള അളവാണ് ടെമ്പറേച്ചർ. ഓക്കെ, ആൻഡ് ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ബൈ എ ഡിവൈസ് കോൾഡ് തെർമോമീറ്റർ അല്ലേ. ടെമ്പറേച്ചർ അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ബൈ എ device called the thermometer. Okay, what is temperature? The reliable measure of the hotness of an object is called temperature, and temperature is measured by a device called thermometer. നമ്മൾ thermometer ഉപയോഗിച്ചാണ് ടെമ്പറേച്ചർ അളക്കുന്നത്. Okay,
ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ബൈ എ ഡിവൈസ് കോൾഡ് തെർമോമീറ്റർ. തെർമോമീറ്റർ എന്ന് പറയുന്ന പല ടൈപ്പ് ഉണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ, നമ്മൾ തെർമോമീറ്റർ ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലേ? അത്തരം തെർമോമീറ്ററിന് പറയുന്ന പേരാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്? ദ തെർമോമീറ്റർ ദാറ്റ് മെഷേഴ്സ് അവർ ബോഡി ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്ലിനിക്കൽ തെർമോമീറ്റർ. അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന തെർമോമീറ്ററിന് പറയുന്ന പേരാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ദ തെർമോമീറ്റർ ദാറ്റ് മെഷേഴ്സ് അവർ ബോഡി ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഓക്കെ, can you see this? There is a picture of clinical thermometer. Clinical thermometer. Clinical thermometer consists of a long, narrow, uniform glass tube. ഈ ക്ലിനിക്കൽ തെർമോമീറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് ഒരു ലോങ് നാരോ ഗ്ലാസ് ട്യൂബാണ് അല്ലേ? ഇറ്റ് ഹാസ് ബൾബ് അറ്റ് വൺ എൻഡ്. It has a bulb. Can you see this? This is bulb. So this bulb contains mercury. ഈ ബൾബിനകത്താണ് എന്തുള്ളത്? മെർക്കുറി ഉള്ളത് ഈ ബൾബിനകത്താണ്. This bulb contains mercury. Clinical thermometer consists of long, narrow, uniform glass tube. ഇറ്റ് ഹാസ് എ ബൾബ് അറ്റ് വൺ എൻഡ്. ഈ കാണുന്നതാണ് ബൾബ്. ഈ ബൾബിനകത്താണ് മെർക്കുറി ഉള്ളത്. സോ ദിസ് ബൾബ് കണ്ടെയ്ൻസ് മെർക്കുറി. ക്ലിനിക്കൽ തെർമോമീറ്റർ റീഡ്സ് ദം ഫ്രം 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ അതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ്. അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ അളക്കുന്നത് 35 ഡിഗ്രി സെൽഷ്യസിനും 42 ഡിഗ്രി സെൽഷ്യസിലും ആയിരിക്കും. അതായത് 35 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായാൽ അപ്പോൾ നമ്മൾ എന്ത് പറയും? പനിയുണ്ടെന്ന് പറയും അല്ലേ? അതുപോലെ തന്നെ 42 ഡിഗ്രി സെൽഷ്യസിൽ കൂടാനും പറ്റത്തില്ല. അപ്പോൾ ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ തെർമോമീറ്റർ റീഡ്സ് ടെമ്പറേച്ചർ ഫ്രം 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൻ്റെ മെഷർ എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, the scale on the thermometer is called Celsius scale അല്ലേ? നമ്മൾ ഇത്ര ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്ററിലുള്ളത് 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസിൽ താഴെ പോകാനും പറ്റത്തില്ല, അതുപോലെ 42 ഡിഗ്രി സെൽഷ്യസിൽ കൂടാനും പാടില്ല. അപ്പോൾ നോർമലായിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, നോർമലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ആളുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, 37 ഡിഗ്രി സെൽഷ്യസ്. This is very important. Normal body temperature is 37 degree Celsius. Okay. അതുപോലെ തന്നെ റീഡിങ് എ തെർമോമീറ്റർ. നമ്മൾ തെർമോമീറ്ററിൽ എങ്ങനെയാണ് റീഡിങ് എടുക്കുന്നത്? നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ക്യാൻ യു സീ ദിസ്? ഈ തെർമോമീറ്ററിൽ നമ്മൾ പറഞ്ഞു ഇതിൽ ഓരോ കുഞ്ഞു കുഞ്ഞു വരകൾ, നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, ഇതിൽ ഓരോ കുഞ്ഞു കുഞ്ഞു വരകളുണ്ട്. അതിൽ 35, 36 എന്നൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ടോ? ആ ഒരു അതായത് ഈ 36 to 37 എന്ന് പറയുന്നിടത്ത് കുഞ്ഞു കുഞ്ഞു വരകളുണ്ട്. അത് ഒരു 5 എണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അതുപോലെ തന്നെ ഒരു വലിയ വരയെന്ന് പറയുന്നത് ഒരു വലിയ ആ ഒരു മാർക്ക്, അത് റീഡ് ചെയ്യുന്ന 1 ഡിഗ്രിയാണ്.
ഓക്കെ. ഇപ്പോൾ 37ൻ്റെ അവിടെ ഒരു ബിഗർ മാർക്ക് കാണും. ആ ബിഗർ മാർക്ക് എന്ന് പറയുന്നത് 1 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ദർ ആർ 5 ഡിവിഷൻസ് ബിറ്റ്വീൻ ദം. അതുപോലെ ഈ 36 to 37 എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് 5 ഡിവിഷൻസ് കാണും. ഓക്കെ. There are 5 divisions between them. Then one small division can be read. എങ്ങനെയായിരിക്കും നമ്മളത് പറയുന്നത്? 1/5. 1/5 എന്ന് പറയുന്നത് 1/5 is equal to 0.2 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ. അതായത് ഇതിനകത്ത് ഓരോ മാർക്കും, ഈ തെർമോമീറ്ററിലെ ഓരോ മാർക്കിനെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ബിഗർ മാർക്കെന്ന് റീഡ് ചെയ്യുന്നത് 1 ഡിഗ്രി ആയിരിക്കും. ദർ ആർ 5 ഡിവിഷൻസ് ബിറ്റ്വീൻ ദം. അതായത് 36 to 37 എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് 5 ഡിവിഷൻസ് കാണും. അതാണ് ആ എഴുതിയിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് പ്രിക്കോഷൻസ്. എന്തൊക്കെ പ്രിക്കോഷൻസ് ആയിരിക്കും നമ്മൾ ഈ തെർമോമീറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേന് ഉപയോഗിക്കേണ്ടത്? തെർമോമീറ്റർ നമ്മൾ ഒരിക്കലും സൺലൈറ്റിൻ്റെ അടുത്തോ ഫ്ലെയിമിൻ്റെ അടുത്തോ ഡയറക്റ്റായിട്ട് കൊണ്ടുവരരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 42 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അല്ലേ. ക്ലിനിക്കൽ തെർമോമീറ്ററിൻ്റെ അതിൻ്റെ അളവ് അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ അതിനകത്ത് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. 42 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായാൽ ഈ ട്യൂബ് പൊട്ടിച്ച് മെർക്കുറി വെളിയിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ ട്യൂബ് പൊട്ടിച്ച് മെർക്കുറി വെളിയിൽ വന്നാൽ ആ വരുന്ന മെർക്കുറി എന്ന് പറയുന്നത് ടോക്സിക് ആണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് നമ്മൾ ഈ എങ്ങനെയാണ് വായിൽ വെച്ചാണ് അല്ലേ, വായിൽ വെച്ചാണ് നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്നത്. അതേ കടിക്കരുതെന്ന് പറയും. തെർമോമീറ്ററെ കടിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. കടിച്ചാൽ ഈ ട്യൂബ് പൊട്ടി മെർക്കുറി വെളിയിൽ വരും. ഓക്കെ. അത് ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഡിജിറ്റൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ തെർമോമീറ്റർ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രിക്കോഷൻസ് ടു ബി ഒബ്സർവ്ഡ് വൈൽ യൂസിങ് ക്ലിനിക്കൽ തെർമോമീറ്റർ. തെർമോമീറ്റർ ഷുഡ് ബി വാഷ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് അറിയാം, ഒരു സൊല്യൂഷനകത്തായിരിക്കും തെർമോമീറ്റർ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ ensure that before use the mercury level is below 35 degree Celsius. മെർക്കുറി ലെവൽ എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസിൽ കുറവാണോ എന്ന് നോക്കുകയും വേണം. ഓക്കെ. നെക്സ്റ്റ് ഈസ് ലാബോറട്ടറി തെർമോമീറ്റർ. ലാബോറട്ടറി തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ക്യാൻ യു സീ ദിസ് ഈസ് ലാബോറട്ടറി തെർമോമീറ്റർ. ഓക്കെ. ക്യാൻ യു സീ ദിസ് ഈസ് ലാബോറട്ടറി തെർമോമീറ്റർ. അതുപോലെ തന്നെ വെതർ കണ്ടീഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട്, വെതർ മെഷേഴ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഓക്കെ. The range of the laboratory thermometer is generally from -10 degrees Celsius to 110 degrees Celsius. അതായത് ലാബോറട്ടറി തെർമോമീറ്ററിൻ്റെ മെഷർ എന്ന് പറയുന്നത് -10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും അതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. -10 ഡിഗ്രി സെൽഷ്യസ് ടു -10 degree Celsius to 110 degree Celsius ആയിരിക്കും ലാബോറട്ടറി തെർമോമീറ്ററിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ലാബോറട്ടറി തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളം കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ laboratory thermometer should be used in the upright position. upright പൊസിഷനിലായിരിക്കും നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. and should be kept upright, not അതായത് അപ്രൈറ്റ് പൊസിഷനിൽ നമ്മൾ ഇത് പിടിക്കേണ്ടത്. അതുപോലെ ബൾബ് ഷുഡ് ബി സറൗണ്ടഡ് ഫ്രം ഓൾ സൈഡ്സ് ബൈ ദ സബ്സ്റ്റൻസ് ഓഫ് വിച്ച് ദ ടെമ്പറേച്ചർ ഈസ് ടു ബി മെഷേർഡ്. അതായത് നമ്മൾ ഇപ്പം വാട്ടറിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നതെങ്കിൽ ആ വാട്ടറിൽ ഇതിൻ്റെ ബൾബ് നന്നായിട്ട്
ഡിപ്പ് ചെയ്തിരിക്കണം. ദ ബൾബ് ഷുഡ് നോട്ട് ടച്ച് ദ സർഫസ് ഓഫ് ദ കണ്ടെയ്നർ. അതുപോലെ ഈ കണ്ടെയ്നർ നമ്മൾ എടുക്കുന്ന ഏത് കണ്ടെയ്നറാണോ അതിൻ്റെ സർഫസിൽ അതിൻ്റെ ബൾബ് മുട്ടരുത്. കാരണം ആ കണ്ടെയ്നറിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കുമല്ലോ, അതുകൂടെ റീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ കണ്ടെയ്നറിൽ ഇതിൻ്റെ ബൾബ് മുട്ടരുത് എന്നാണ് പറയുന്നത്. ഓക്കെ. And next is conductor. What is conductor? അതിനു മുന്നേ ബിഫോർ ദാറ്റ് there is a question. Why does the mercury not fall or rise in a clinical thermometer when taken out of the mouth? അതായത് മൗത്തിൽ നിന്ന് എടുത്തതിന് ശേഷവും ഈ നമ്മളുടെ ഈ മെർക്കുറി ലെവലെന്ന് പറയുന്നത് താഴോട്ട് പോകത്തില്ല. അതെന്തുകൊണ്ടാണ്? അതായത് അവിടെ ക്ലിങ്ക് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഒബ്സർവ് ദ ക്ലിനിക്കൽ തെർമോമീറ്റർ അഗെയിൻ. ഡു യു സീ എ ക്ലിങ്ക് നിയർ ദ ബൾബ്? ബൾബിനടുത്തായിട്ട് ഒരു ക്ലിങ്ക് എന്നും പറഞ്ഞ് ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ഈ മെർക്കുറി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേന് ഈ ക്ലിങ്കിന് മേളിലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഡോക്ടേഴ്സൊക്കെ ഈ തെർമോമീറ്റർ എടുത്തു കഴിഞ്ഞിട്ട് അവരൊന്ന് ഷെയ്ക്ക് ചെയ്യും. അത് ഈ ക്ലിങ്കിന് മുകളിലുള്ള മെർക്കുറി താഴേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. This much for today. You study well. We will meet in the next class. Thank you.